ഇപ്പോൾ ഈ അഫാൻ്റെ വീട്ടിലും ഒപ്പം തന്നെ പാങ്ങോടും എന്താണ് സ്ഥിതി? അവിടെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണോ? എന്താണ് പോലീസ് അതിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇവരുടെ 4 പേരുടെയും സംസ്കാരം നടത്തുന്നത് ഉള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മുസ്ലിം ജുമാ മസ്ജിദിലാണ്, താഴെ പാങ്ങോട് പള്ളിയിൽ. അവിടെ വെച്ചിട്ടാണ് നാളെ ഇവരുടെ 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. അതിൽ പ്രധാനമായും 4 പേരെന്ന് പറയുമ്പോൾ മരിച്ച സൽമ ബീവി, അതിനോടൊപ്പം തന്നെ സഹോദരൻ അഫാൻ്റെ സഹോദരൻ അവസാൻ, അതിനോടൊപ്പം പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള ലത്തീഫ്, ഷാഹിദ, ഇവർ 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നാളെ നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അത് പ്രധാനമായും താഴെ പാങ്ങോട് പള്ളിയിലാണ്, മുസ്ലിം ജുമാ മസ്ജിദിലാണ് ഇവിടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുക. ഇതിനോടൊപ്പം തന്നെ ഇന്ന് സൽമ ബീവിയുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാനുള്ള സാധ്യതയില്ല. ഏറെ വൈകിയ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം നമുക്കറിയാം, വൈകുന്നേരങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയില്ല. അതിനാൽ നാളെ തന്നെയായിരിക്കും ബാക്കിയുള്ളവരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഏകദേശം ഒരു ഉച്ചയോടെ കൂടിയായിരിക്കും ഇവരുടെ മൃതശരീരങ്ങളടക്കം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമാണ്. ആയതിനാൽ തന്നെ നാളെ രാവിലെ ഇവരുടെ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഗൗതം, ഹാൻസ്, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ വീടുകളിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് എന്നാണ്, കൊലപാതകം നടന്ന സ്ഥലങ്ങളിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അനു പറയുന്നതനുസരിച്ച് ലത്തീഫിൻ്റെയും ഷാഹിദയുടെയും മൃതദേഹങ്ങൾ അവിടെ വീട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളുണ്ടോ, അതോ മറ്റ് പരിശോധനകൾക്കൊക്കെ ശേഷം നാളെ രാവിലെ ആയിരിക്കുമോ മാറ്റുക? ഗൗതം, ഇന്ന് ഇവിടെ പെരുമലയിലുള്ള 2 പേരുടെയും മൃതശരീരങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. അവസാൻ്റെയും അതിനോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട ഫർസാനയുടെയും മൃതശരീരങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്, ഗോകുലം മെഡിക്കൽ കോളേജിലാണുള്ളത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ പ്രതിനിധി അനു സൂചിപ്പിച്ചതുപോലെ ലത്തീഫിൻ്റെയും ഷാഹിദയുടെയും മൃതശരീരങ്ങളും ഇപ്പോൾ വീട്ടിലാണുള്ളത്. എന്തായാലും അതിനോടൊപ്പം തന്നെ പാങ്ങോട് സൽമ ബീവിയുടെയും മൃതശരീരവുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് ഇവരുടെ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോലീസ് എന്തായാലും കടക്കും. ഇന്നിപ്പോൾ രാത്രി ഏറെ വൈകിയ സാഹചര്യത്തിൽ മൃതശരീരങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഒരു സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും രാത്രി ഏറെ വൈകിയ വേളയിലായതിനാൽ തന്നെ ഇതിപ്പോൾ മൃതശരീരങ്ങൾ എന്തായാലും മോർച്ചറിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രാത്രി ഏറെ വൈകിയാലും പോലീസ് മൃതശരീരങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനുശേഷം അവിടെ വെച്ച് തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇന്ന് വൈകിട്ടോടെയാണ് ഈ കൊലപാതകം നടന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ പൂർത്തിയാക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നതിലാണ് ഇപ്പോൾ മൃതശരീരങ്ങൾ വീടുകളിലുള്ളത്. എന്തായാലും ആർഡിഒയുടെ നേതൃത്വത്തിലുള്ള സംഘം പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി മൃതശരീരങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഇതിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഗൗതം.